എല്ലാവർക്കും മുറിക്കപ്പെടുന്ന വചനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മുറിക്കപ്പെടുന്ന വചനമാണ് മുറിവുള്ള ജീവിതങ്ങളുടെ ഔഷധം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ പെന്തക്കോസ്തേ പെരുന്നാളിന് ശേഷം 9-ാം ഞായറാഴ്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം വിരുന്നുകൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ചുങ്കക്കാരനായ ലേവിയുടെ ഭവനത്തിലെ വലിയ വിരുന്നിൽ ആരംഭിച്ച് ഉത്ഥാനത്തിന് ശേഷം തന്റെ ശിഷ്യന്മാരോടുകൂടെ വിരുന്നിൽ സംബന്ധിക്കുന്ന ക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം അവസാനിക്കുന്നത്. ഈ സുവിശേഷത്തിൽ വിവരിക്കുന്ന 6-ാമത്തെ വിരുന്നാണ് 14-ാം അധ്യായത്തിൽ കാണുന്നത്. ശബ്ബത്തിൽ യേശു ഒരു പരീശ പ്രമാണിയുടെ ഭവനത്തിൽ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവനായി പോയി എന്ന വിവരണത്തോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പരീശന്മാരുടെ ക്ഷണപ്രകാരം ക്രിസ്തു പങ്കെടുത്ത 3 വിരുന്നുകൾ ഈ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പരീശനായ ശീമോൻ ഒരുക്കിയ വിരുന്നായിരുന്നു ആദ്യത്തേത്. ശീമോന്റെ ഭവനത്തിൽ യേശു ക്ഷണിക്കപ്പെട്ടവനായി എത്തിയപ്പോൾ ഒരു സ്ത്രീ പരിമള തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. 11-ാം അധ്യായം 37-ാം വാക്യത്തിലും ഒരു പരീശൻ ക്രിസ്തുവിനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നതായി കാണാം. ഈ 2 വിരുന്നുകളും യേശുവിൻ്റെ ഗലീല പ്രദേശത്തെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. 14-ാം അധ്യായത്തിൽ പരീശ പ്രമാണിയുടെ ഭവനത്തിൽ പങ്കെടുത്ത വിരുന്ന് യേശുവിൻ്റെ യെരുശലേം ശുശ്രൂഷയുടെ ആരംഭത്തിൽ ആയിരുന്നു. ക്രിസ്തുവിനെ വിരുന്നിലേക്ക് ക്ഷണിച്ച പരീശ പ്രമാണിയുടെ പേര് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നില്ല. ഈ വിരുന്നിലേക്ക് യേശുവിനെയും ന്യായശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും ക്ഷണിച്ചിരുന്നു. എന്തിന് യേശുവിനെ പ്രമുഖരായ വ്യക്തികളോടുകൂടി ക്ഷണിച്ചു? യേശുവിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു എന്ന് കരുതുവാൻ കഴിയുകയില്ല. അവരെ സംബന്ധിച്ച് യേശു തച്ചനായ യൗസേപ്പിന്റെയും മറിയയുടെയും മകനാണ്. അവന് ജനങ്ങളുടെ ഇടയിൽ ലഭിച്ച സ്വീകാര്യത അവരെ അസ്വസ്ഥർ ആക്കിയിരുന്നു. പലപ്പോഴും അവനിൽ കുറ്റാരോപണം നടത്തുവാനായിരുന്നു അവർ അവനോടൊപ്പം ചേർന്നത്. ഇവിടെയും അവനിൽ കുറ്റം കണ്ടെത്തുവാനായിരുന്നു അവനെ ക്ഷണിച്ചത്. 1-ാം വാക്യം ഇത് വ്യക്തമാക്കുന്നു. അവർ അവനെ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് സുവിശേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ വിരുന്നിനെ സംബന്ധിക്കുന്ന 2 ഉപമകളാണ് സുവിശേഷൻ അവതരിപ്പിക്കുന്നത്. സ്വയം വലിയവനാകാൻ ശ്രമിക്കുന്ന ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ചിത്രം 1-ാമത്തെ ഉപമയിൽ ക്രിസ്തു നൽകുന്നു. 2-ാമത്തെ ഉപമ വലിയ വിരുന്നിനെ സംബന്ധിച്ചാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികൾ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് യേശു കണ്ടു. അവരോട് ഒരു ഉപമ പറഞ്ഞു. മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നു എന്നതിലൂടെ അധികാരഭ്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരെ പുറകിലാക്കി മുൻനിരയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ ചിന്തയ്ക്ക് ഒരു ബദൽ ചിന്തയാണ് ഈ ഉപമയിലൂടെ ക്രിസ്തു നൽകുന്നത്. മറ്റുള്ളവരെ മുമ്പിലോട്ട് വിട്ട് സ്വയം പിൻനിരയിലേക്ക് പിന്മാറുന്ന പരിത്യജിക്കലിന്റെ ആത്മീയ ഭാവം. പുട്ടിംഗ് അതേഴ്സ് ഫസ്റ്റ് എന്നതാണ് ക്രിസ്തു ഭാവം. മത്സര സമൂഹത്തിൽ പലപ്പോഴും ഈ ചിന്ത വിസ്മരിക്കപ്പെടുന്നു. അധികാര വടംവലിയുടെ കാലത്ത് ഒഴിഞ്ഞുകൊടുക്കുന്ന മാതൃകകൾ വിരളമാണ്. അപരന് ഇടം കൊടുക്കുക എന്നതാണ് ശ്രേഷ്ഠം. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഇടം നഷ്ടപ്പെട്ടവർക്ക് ഇടം കൊടുക്കലായിരുന്നു. പരിശുദ്ധ കന്യകമറിയാമിനോടുള്ള വചനിപ്പും ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്ന ഇടയന്മാരോടുള്ള സദ്വർത്തമാനം പങ്കുവയ്ക്കലും ഇതിന് ഉദാഹരണങ്ങളാണ്. തള്ളിക്കളഞ്ഞവരെ ചേർത്ത് നിർത്തുന്നതായിരുന്നു അവന്റെ പരസ്യ ശുശ്രൂഷ മുഴുവനും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായിരുന്നു അവൻ.
വലിയ വിരുന്നിന്റെ ഉപമയിൽ വിരുന്നിലേക്ക് ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുന്നതിലൂടെ ക്രിസ്തു മനസ്സിനെ സുവിശേഷകൻ വരച്ചു കാട്ടുന്നു. ഈ ഉപമയിലൂടെ ക്രിസ്തു ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ആത്മീയ അഹന്തയെ എടുത്തു കാണിക്കുന്നു. ആത്മീയ അഹന്തയാൽ അന്ധന്മാരായവരാണ് ഇവർ. യോഹന്നാൻ സ്നാപകൻ ഇവരെ സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത്. ഇവർ മോശയുടെ സിംഹാസനത്തിൽ ഇരുന്ന് പഠിപ്പിക്കുന്നവരാണ്. അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത് എന്ന് ക്രിസ്തു പുരുഷാരത്തോട് പറയുന്നുണ്ട്. അവർ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടുന്നു, കുപ്പായങ്ങളുടെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുന്നു. അവർ വിരുന്നുകളിൽ മുഖ്യാസനവും പള്ളികളിൽ പ്രധാന പീഠവും തെരുവുകളിൽ വന്ദനവും റബി എന്ന് വിളിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു എന്നാണ് ക്രിസ്തു പറയുന്നത്. വിരുന്നിൽ പങ്കെടുത്ത പരീശന്മാരുടെ കാപട്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വിരുന്നാണ് ഇത്. വിരുന്നിന്റെ ഉപമയിലും ന്യായശാസ്ത്രിമാരും പരീശന്മാരും മുഖ്യാസനങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ മനംതിരിവ് വരാത്ത പക്ഷം കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ ഇവർ തള്ളപ്പെടുമെന്ന മുന്നറിയിപ്പ് ക്രിസ്തു ഇവിടെ നൽകുന്നുണ്ട്. ഈ ഉപമയിലെ ഒടുവിലത്തെ സ്ഥാനം, ദ ലാസ്റ്റ് സീറ്റ് എന്ന പ്രയോഗം ക്രിസ്തു മനസ്സിന്റെ നേർചിത്രം നൽകുന്നതാണ്. അവഗണിക്കപ്പെട്ടവരുടെ സ്ഥാനമാണ് ഒടുവിലെ സ്ഥാനം. ഇവിടെ വിരുന്നുകാരൻ ഒടുവിലെ സ്ഥാനം സ്വീകരിച്ചവനെ മുഖ്യസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു, അവന് ബഹുമാനം കൊടുക്കുന്നു. ഒടുവിലെ സ്ഥാനത്തു നിന്ന് ഒരുക്കപ്പെട്ട സ്ഥാനത്തേക്കുള്ള വിളി. തന്നെ തന്നെ ഉയർത്തുന്നവനോ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുകയും ചെയ്യും. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ താഴ്ത്തിയ പരിശുദ്ധ അമ്മയെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകി പുത്രൻ ബഹുമാനിച്ചു. അവനും സ്വയം താഴ്ത്തിയതിനാൽ പിതാവാം ദൈവം അവനെ സകല നാമങ്ങൾക്കും മേലായ നാമം നൽകി ഉയർത്തി. ഒടുവിലെ സ്ഥാനത്തു നിന്ന് ബഹുമാന്യ സ്ഥാനത്തേക്കുള്ള യാത്ര ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷയുടെ സൂചനയാണ്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിലൂടെ സാത്താന്റെ അടിമയിൽ നിന്ന് വിടർത്തി സ്വർഗത്തിൽ പന്തിയിലിരുത്തുന്നതിന്റെ ചിത്രം കണ്ടെത്തുവാൻ കഴിയും. ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പേ ദൈവരാജ്യത്തിലേക്ക് പോകുമെന്ന ക്രിസ്തുവാക്യം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ബഹുമാന്യ സ്ഥാനം പ്രാപിക്കുവാൻ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ.